നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പോലീസ് വന്നാ ഞാൻ പറയുന്ന പോലെ മയത്തിലായിരിക്കില്ല അവരുടെ സംസാരവും പെരുമാറ്റവും. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ പോയി പോലീസിനെ കൂട്ടിക്കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾ പറ്റില്ല എന്നുള്ളത് അവരോട് പറഞ്ഞാ മതി. മോളെ ഒന്ന് നിന്നേ. ബ്രഹ്മ, എന്താ അമ്മേ? നീ ഇവര് ചോദിക്കുന്ന എന്താന്ന് വെച്ചാ എടുത്തു കൊടുത്തേക്ക്. എനിക്ക് 23-ാം തീയതി ഇവിടെ നടന്ന അപകടത്തിന്റെ CCTV വിഷ്വൽസ് വേണം. അതും കൊണ്ടേ ഞാൻ പോകും. ഇവിടെ വേറെ ആളുകൾ നിന്നു എന്ന് പറഞ്ഞില്ലേ? അത് സ്ഥിരമായിട്ട് ഇവിടെ വന്ന് ചായ കുടിക്കുന്നവരാണോ, അതോ അന്ന് പരിചയമില്ലാത്ത ആരെങ്കിലും അക്കൂട്ടത്തിലുണ്ടായിരുന്നോ? എന്നും ഇവിടെ വരുന്നവരായിരുന്നു, അല്ലാതെ ആരും ഉണ്ടായിരുന്നില്ല. അന്ന് ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും നാളെ രാവിലെ 10 മണിയാവുമ്പോ ടൗൺ പോലീസ് സ്റ്റേഷനിൽ എത്തണം. നിങ്ങളും വരണം. വരാ സാറേ. ഓക്കെ. വാ. നിങ്ങളുടെ വീടാണോ ഇത്? അതെ. എന്താ മാഡം? ഇവിടെ ആരൊക്കെയാ താമസം? ഞാനും മോനും. ഭർത്താവ് ഗൾഫിലാ. 23-ാം തീയതി ഇവിടെയുള്ള CCTVയുടെ ഫൂട്ടേജ് ഒന്ന് വേണമായിരുന്നു. എല്ലാം ഒന്നും വേണ്ട. ദേ, ആ പുറത്ത് വെച്ചിരിക്കുന്ന ആ ക്യാമറയുടെ മാത്രം മതി. DVR എവിടെയായിരിക്കുന്നത്? അയ്യോ, അത് മോനെ അറിയൂ. ഞാൻ അവനെ വിളിക്കാം. ബ്രഹ്മ, മോനെ ബ്രഹ്മ, വാ. ആ, ഇതാ മോൻ. 2-3 ദിവസം മുന്നേ ഇവിടെ ഒരു വാഹന അപകടം നടന്നായിരുന്നു. അറിഞ്ഞായിരുന്നോ? അറിഞ്ഞായിരുന്നു. നേരിട്ട് കണ്ടോ? ഇല്ല, ഞാനും അമ്മ അന്നിവിടെ ഇല്ലായിരുന്നു. ശരി. ആ പുറത്തുള്ള ക്യാമറയുടെ വിഷ്വൽസ് ഒന്ന് കാണണമായിരുന്നു. അതിനാ ഞങ്ങൾ വന്നത്. ഇയാള് കൂടെ വരും. ആ DVR ഇരിക്കുന്ന സ്ഥലം ഒന്ന് കാണിച്ചു കൊടുക്ക. അപകടം നടന്ന വീഡിയോ സ്റ്റേഷനിലേക്ക് കൊടുത്തു വിട്ടല്ലോ. സ്റ്റേഷനിലേക്ക് കൊടുത്തു വിട്ടെന്നോ? ആരുടെ കയ്യിൽ? നിങ്ങളോടൊരു കാര്യം എത്ര തവണ പറയണം? ഒരു തവണ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞതല്ലേ? ഇന്നലെ വന്നപ്പോ നിങ്ങൾ എന്നെ വഴക്ക് പറഞ്ഞ് തിരിച്ചയച്ചു. ഇന്നത് നടക്കില്ല. എങ്കിൽ കുട്ടി ഒരു കാര്യം ചെയ്, പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്ക. ചെല്ലേ. അത് കൊടുത്തിട്ട് തന്നെയാ ഞാൻ വരുന്നത്. അവര് തന്നെയാ എന്നോട് വന്ന് വാങ്ങാനും പറഞ്ഞത്. ഇപ്പോഴും ആ വിശ്വാസം തന്നില്ലെങ്കിൽ അവരെ വിളിക്കാനും പറഞ്ഞിട്ടുണ്ട്. എന്താ, വിളിക്കണം? പോലീസ് വന്നാ ഞാൻ പറയുന്ന പോലെ മയത്തിലായിരിക്കില്ല അവരുടെ സംസാരവും പെരുമാറ്റവും. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ പോയി പോലീസിനെ കൂട്ടിക്കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾ പറ്റില്ല എന്നുള്ളത് അവരോട് പറഞ്ഞാ മതി. മോളെ ഒന്ന് നിന്നേ. ബ്രഹ്മ, എന്താ അമ്മേ? നീ ഇവര് ചോദിക്കുന്ന എന്താന്ന് വെച്ചാ എടുത്തു കൊടുത്തേക്ക്. എനിക്ക് 23-ാം തീയതി ഇവിടെ നടന്ന അപകടത്തിന്റെ CCTV വിഷ്വൽസ് വേണം. അതും കൊണ്ടേ ഞാൻ പോകും. ചേച്ചി നിൽക്ക്, ഞാൻ എന്റെ മൊബൈൽ കോപ്പി ചെയ്തോണ്ട് വരാം. നിങ്ങളുടെ വീട്ടിലെ ആർക്കെങ്കിലും ഇങ്ങനൊരവസ്ഥ വരുമ്പോഴേ ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു അവസ്ഥ ചേച്ചിക്ക് മനസ്സിലാവും. ഇനി കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ട്. അത് നാളെ ധനുഷും സ്നേഹയും കൂടി പോയി വാങ്ങും. സന്ദീപിന്റെ ഡ്രസ്സൊന്നും എടുത്തില്ലേ?
അതിന് അവനിവിടെ ഇല്ലല്ലോ, ഹോസ്പിറ്റലല്ലേ. അതിന്റെ അർത്ഥം അവൻ ഈ കുടുംബത്തിലെ ആരുമല്ലെന്നാണോ? അതോ അല്ലാതായി എന്നാണോ? നഷ്ടപ്പെട്ടു എന്ന് കരുതി ഏട്ടൻ തിരികെ വന്നപ്പോ കൂടെ ഉണ്ടായിരുന്ന ഏട്ടനെ നീ മറന്നുപോയല്ലേ? അങ്ങനെ അവനെ ആരും മറന്നിട്ടില്ല സച്ചി. ഞാൻ അവനെ വിളിച്ചപ്പോ അവൻ വരാൻ സാധ്യതയില്ലെന്നാ പറഞ്ഞത്. ഞാൻ നിർബന്ധിച്ചു പറഞ്ഞു, അവൻ കേട്ടില്ല. അതുകൊണ്ടാ അവനൊന്നും വാങ്ങാതെ വന്നത്. ഞാനും അർച്ചനെ വിവാഹത്തിന് വരുന്നുണ്ടെന്ന് ആരാ ഏട്ടനോട് പറഞ്ഞത്? ഇവളുടെ വിവാഹത്തിന്റെ അന്ന് എനിക്ക് വേണ്ടത് ഓഫീസ് ഡ്രസ്സാണ്. അത് ആവോളം എന്റെ കയ്യിലുണ്ട്. തൽക്കാലം മുണ്ടും ഷർട്ടും ഇട്ട് ഓഫീസിൽ പോവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സന്ദീപ് എന്താ വിവാഹത്തിന് വരുന്നില്ലെന്ന് പറയുന്നത്? വാശി. പലതവണ മുടക്കാൻ നോക്കിയിട്ടും നടക്കാത്തതിലുള്ള വാശി, അത് തന്നെ. എന്താ അവനോട് ഞാൻ പറഞ്ഞു എന്ന് പറയണം. ഈ വിവാഹത്തിന് അവന് ഇവിടെ വേണം. അതുപോലെ സച്ചിയും അർച്ചനയും. ഞാനായിട്ട് ആരോടും ഒന്നും പറയുന്നില്ല. നന്ദൻ തന്നെ എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. അങ്ങേര് പറഞ്ഞിട്ട് പോയാ ആരും ഈ വിവാഹത്തിന് വരരുതെന്ന് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടിയാ ഞങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ. അറിയാം, നിങ്ങൾ അതിനുവേണ്ടി ഒന്നും ചെയ്യണമെന്നില്ല. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ആർക്കും വരണമെന്ന് താല്പര്യമില്ല. ഇനി വന്നാൽ തന്നെ അത് മുടക്കാൻ വേണ്ടിയാവും വരുന്നത്. വന്നാ അത് ഉറപ്പായും മുടക്കുകയും ചെയ്യും. ചിലപ്പോ അങ്ങനെ അങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് നിന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.